ഈ വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, സദസ്സിലും പരിസരത്തുമായി ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, നാട്ടുകാരെ, മറ്റു കാരണവന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് നമ്മുടെ വിദ്യാലയം GMLPS കാരാത്തോടിൻ്റെ 108ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലാണുള്ളത്. കാരാത്തോട് GMLP സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കൂടുതൽ കുട്ടികൾ പഠിക്കുകയും അതോടൊപ്പം വളരെ കുറഞ്ഞ സ്ഥലപരിമിതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മഹനീയ വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ നാട്ടിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും കാരണവന്മാരും എല്ലാവരും ഒത്തുചേർന്ന് വിദ്യാലയ പുരോഗതിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നവരാണ്. നമുക്കറിയാം, 600-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന് കലാപരമായും വൈജ്ഞാനികമായും അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്തും ഏറെക്കുറെ മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാലയമാണ്. അതിനുവേണ്ടി ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അതുപോലെ അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം കൂടി ഒത്തൊരുമിച്ച് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കൂടുതൽ പ്രസംഗിക്കില്ല, കാരണം നമുക്ക് ഒരുപാട് കുട്ടികളുടെ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കാനുണ്ട്. സമയം എന്നാൽ തന്നെ നമ്മൾ പറഞ്ഞതിലും കുറച്ച് വൈകിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചുരുക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കടമ എല്ലാവർക്കും സ്വാഗതം പറയാം എന്നാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ യോഗത്തിൽ ഈ ഉദ്ഘാടന വേദി അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ പഞ്ചായത്തിൻ്റെ സാരഥി ശ്രീമതി സഫ്രീന അഷ്റഫ് എന്നവരാണ്. അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ ഈ വിദ്യാലയത്തെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കുന്നവരാണ്. പഞ്ചായത്ത് ചെല്ലുമ്പോഴൊക്കെ സ്കൂളിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നവരാണ്. ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഏതായാലും അവരെ ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ, ഇതിൻ്റെ അധ്യാപകരുടെ നാട്ടുകാരുടെ പേരിലും കുട്ടികളുടെ പേരിലെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു എന്നവരാണ്. അസ്ലാഖിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. ഈ നാട്ടുകാരനാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും നമ്മുടെ വിദ്യാലയവുമായി മുമ്പ് തന്നെ ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഒരുപാട് സമ്മാന വിതരണം ചെയ്യാനുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ അവരുടെ മികവുകൾ പ്രകടിപ്പിക്കുന്ന ലിറ്റിൽ മാസ്റ്റർ, അതുപോലെ തന്നെ ടാലന്റ് ടെസ്റ്റ്, അതുപോലെ കഴിഞ്ഞ ഉപജില്ലാ കലാമേള, LSS പരീക്ഷ, ഇങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് ഈ വേദിയിൽ വെച്ച് നൽകേണ്ടതുണ്ട്. അത് വിശദമായിട്ട് പറയുന്നില്ല, എങ്കിലും ആ സമ്മാന വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് വിശിഷ്ടാതിഥികളായി ക്ഷണിക്കപ്പെട്ടവരും ആയിട്ടുള്ള നമ്മുടെ മുൻ പഞ്ചായത്ത് വാർഡ് മെമ്പർ, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള PK അബു താഹിർ എന്നവർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്.
നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാലയമാണ് കാരാത്തോട് GMLP സ്കൂൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച് കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും ഒരുപാട് പദ്ധതികൾ സ്കൂളിന് വേണ്ടി കൊണ്ടുവന്ന വളരെ ഒരു മഹനീയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നീട് ഇനി ഇവിടെ സന്നിധരായിട്ടുള്ള നമ്മുടെ മെമ്പർ, ഇപ്പോഴത്തെ നിലവിലുള്ള മെമ്പർ ശ്രീമതി സലീന, അവർ ഇപ്പോഴും എന്നും ഈ സമയത്ത് പോലും സ്കൂളിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ പദ്ധതിയിൽ പൂർത്തിയാക്കാത്ത പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് സ്കൂളിന് വേണ്ടി ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവരെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അതുപോലെ പിന്നീട് നമ്മളെ AEO വിദ്യാഭ്യാസ ഓഫീസർ അവരിവിടെ എത്തിയിട്ടില്ല, ക്ഷണിച്ചിട്ടുണ്ട്, ഏതായാലും എത്തുമെന്ന് വിചാരിക്കുകയാണ്. ഷർമിളി ടി, അതുപോലെ വേങ്ങര BPC ശ്രീമതി ജീബ, അതുപോലെ ഈ വിദ്യാലയത്തിലെ HM അഷ്റഫ് മാഷ് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവരൊക്കെ വേദി എത്തുമെന്ന് വിചാരിക്കുകയാണ്. അവരെയും ഈ സന്തോഷപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നീട് നമ്മളെ ഈ വിദ്യാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന KK മുഹമ്മദ് മാഷ് ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ വിദ്യാലയത്തിൽ ഉറുദു അധ്യാപകനായിട്ട് ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹം ഈ വർഷം നിങ്ങളോട് ഇവിടെ വിദ്യാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെയാണ്. പിരിഞ്ഞു പോകുക എന്നുള്ള ഇവിടെ ഉണ്ടാവും. അദ്ദേഹം വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിരന്തരമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഇവിടെ ഉണ്ടാവും. എങ്കിലും അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഈ വിദ്യാലയത്തിന് പിരിഞ്ഞു പോകുന്ന വർഷം അദ്ദേഹത്തെ ഒന്ന് ആദരിക്കേണ്ടതും ഈ ചടങ്ങിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മൊയ്തീൻകുട്ടി മാഷ്, അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് അബ്ദുസമദ്, അതുപോലെ നമ്മുടെ SMC ചെയർമാൻ മർസൂഖ് കൂടെ എത്തിയില്ല, എങ്കിൽ എത്തുമെന്ന് വിചാരിക്കുകയാണ്. എത്താൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്, ഉടനെ എത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ സാബിറ, നമ്മുടെ MTA പ്രസിഡന്റ് സാബിറ, അവർ വേദിയിലുണ്ട്. അവരും ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സദസ്സിലുണ്ട്, അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇനി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ PTA എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നാട്ടുകാരെയും പിഞ്ചു കുട്ടികളെയും ഈ പരിപാടി വീക്ഷിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഇതിൻ്റെ അനുഭാവികളെയും ഞാൻ ഇതിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സഫിന അഷ്റഫ് എന്നിവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ശ്രീമതി സഫീന അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഊരകം, അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസുരു, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ തോഹർ, ഈ വാർഡിൻ്റെ മെമ്പർ സലീന, ഈ സ്കൂളിൻ്റെ HM, അതുപോലെ തന്നെ PMSP സ്കൂൾ അഷ്റഫ് മാസ്റ്റർ, KK മുഹമ്മദ് മാസ്റ്റർ, ശ്രീമതി അബ്ദുൽ സമദ് PK, മോദികുട്ടി മാസ്റ്റർ, സ്മിത സീനിയർ അസിസ്റ്റൻ്റ്, ഈ വേദിയിലിരിക്കുന്ന മറ്റു അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നല്ലവരായ നാട്ടുകാർ. മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ വരില്ല. കാരണം രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോഴും കുട്ടികളുടെ പ്രോഗ്രാമുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രസംഗത്തിലേറെ രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ പ്രസംഗത്തിൻ്റെ അവിടെ ഒരു ഇതുമില്ല. അതുകൊണ്ട് മാസ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വിദ്യാലയം PMSP കാരാത്തോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രസിഡൻ്റായ സമയത്താണ് 100ാം വാർഷികം കഴിഞ്ഞത്.
ഇപ്പം എത്ര പെട്ടെന്നാണ് 108ാം വാർഷികം വന്നത്. ആ പോയത് തന്നെ അറിയുന്നില്ല. അതുപോലെ തന്നെ വേങ്ങര ഉപജില്ലയിൽ നമ്മുടെ വിദ്യാലയത്തിന് PMS കാരാത്തോടിന് പറയുകയാണെങ്കിൽ കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തന്നെ നല്ല ഉണർവ് നൽകുന്ന ഒരു വിദ്യാലയമാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മറിയമ്മ ടീച്ചറുള്ള സമയത്ത് എന്ത് പരിപാടിക്കും ഫസ്റ്റ് കിട്ടുന്ന ഒരു വിദ്യാലയം കാരാത്തോട് PMS സ്കൂളാണ്. അതുപോലെ തന്നെ ഇവിടെ മാസം സൂചിപ്പിച്ചു. മാസം കുറിച്ച് ഞാനിപ്പോൾ പഞ്ചായത്തേക്ക് ചെന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. മാസം ഒരു വട്ടമാണ് ഞാൻ PC മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് കണ്ടത്. അപ്പോൾ മാഷിനോട് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞത് ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ബെഞ്ച് മക്കൾ വിദ്യാഭ്യാസ രംഗത്തായാലും കായിക രംഗത്തായാലും നല്ല ഉയർച്ചയിലെത്തുകയും അതോടൊപ്പം തന്നെ നല്ല മക്കളായി തീരുകയും ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയമില്ല, ഒട്ടും സമയമില്ല. മാഷ് പറഞ്ഞു 7 മണി കറക്റ്റ് തുടങ്ങാന്ന് പറഞ്ഞ് ഞാൻ 7 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആരും എത്തിയിട്ടില്ല എന്നുള്ള ഇതിൽ വാർഡ് മെമ്പറെ വിളിച്ചാണ് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ച് പോവാന്ന്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടെ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരായ അസുരാക്കിയൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടുകാരന് ഈ സ്കൂളിന് വേണ്ടി ഏത് സമയം പ്രവർത്തിച്ചിട്ട് ഒരു വ്യക്തിയാണ് അവരെ ഞാൻ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. 108ാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തുന്നതിനായി ശ്രീ PK അസ്ലു അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ശ്രീമതി സഫ്രീന അഷ്റഫ്, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബൂ താഹിർ, ഇവിടെ സ്വാഗതം പറഞ്ഞ HM P കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, PTA പ്രസിഡന്റ് അബ്ദുസ്സമദ്, വാർഡ് മെമ്പർ ഷെലീന, അതുപോലെ തന്നെ വേദിയിലുള്ള KK മുഹമ്മദ് മാസ്റ്റർ, ബദിയകുട്ടി മാസ്റ്റർ അടക്കമുള്ള മറ്റു അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഏതായാലും വിശദമായൊരു ഉദ്ഘാടന പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. കുട്ടികളുടെ കുറേ പരിപാടികളിലൂടെ നടക്കാനുണ്ട്. എന്തുകൊണ്ടും 108ാം വാർഷികം ആഘോഷിക്കുന്ന കാരാത്തോട് LP സ്കൂള് നമ്മളൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാണ്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്തായിരുന്നു. എല്ലാവരും ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കും. അത്രയും വർഷത്തെ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ഇന്ന് സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ആ സ്ഥലപരിമിതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പഠനരംഗത്തായാലും കായിക രംഗങ്ങളിലൊക്കെ ഇന്ന് നമ്മുടെ സബ് ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നൊരു സ്കൂൾ കൂടിയാണ് നമ്മുടെ കാരാത്തോട് LP സ്കൂൾ എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അതിനനുസരിച്ച് അവിടുത്തെ അധ്യാപകരായാലും HM അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് അതിനപ്പുറമൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ അതുമായി കാര്യങ്ങൾ പറയുമ്പോൾ വളരെ മികച്ച രീതിയിലാണ് അവിടുത്തെ അധ്യാപകർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ആ സ്കൂൾ മികച്ചു നിൽക്കുന്നത്. ഏതായാലും നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ കുട്ടികളാണ്. എൻ്റെ കുട്ടിയെന്ന് നിങ്ങളുടെ കുട്ടിയെന്നൊന്നുമില്ല, കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികളുടെ എല്ലാ രംഗത്തുമുള്ള ഉയർച്ചയാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്ന് ജില്ലാ തലത്തിൽ അക്ഷരം ആരോഗ്യം എന്നുള്ള ഒരു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഉണ്ടായിരുന്നു മൊറയൂർ സ്കൂൾ വെച്ച് കണ്ട്. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. കുട്ടികൾക്കൊക്കെ ആരോഗ്യമുള്ളൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. നല്ല ആരോഗ്യമുള്ള പോഷകാഹാരം കൊടുക്കുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് വേണ്ട ആരോഗ്യത്തിന് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് പഠിക്കുന്നത്. അവിടെ പഠനം മാത്രമല്ല, ജയിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണമായാലും ഒരാളോട് എങ്ങനെ പെരുമാറണമെന്നും അതുപോലെ തന്നെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നും ശുചിത്വം എങ്ങനെ ഉണ്ടാകണമെന്നും ഒക്കെ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. സ്കൂളിലൂടെയാണ് അത് പഠിച്ചു വരുന്നത് കുട്ടികൾ. വീട്ടിൽ നിന്നൊരു പരിധിവരെ ഉണ്ടെങ്കിലും ഭൂരിഭാഗം സമയം സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ കഴിവുകളെ കായിക രംഗത്ത്
കഴിവുകളെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടിയുടെ യാഥാർത്ഥ്യത്തോടു കൂടി വളർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഏതായാലും ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞില്ല, വേറെ ആളുകൾ പ്രസംഗിക്കാനുണ്ട്, കുട്ടികളുടെ പരിപാടികൾ നടക്കാറുണ്ട്. അതുകൊണ്ട് പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു എഡ്യൂക്കേഷണൽ കോൺക്ലേവ് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിലെല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അത് LP തലം മുതൽ ഹയർ സെക്കൻഡറി BSc വരെ, അത് കായിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ക്രോഡീകരണം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നാൽ അത് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് പോകാൻ സാധിക്കും. അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലത്തിലൊക്കെ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നുകൊണ്ട് ഈ 108ാം വാർഷികം ആഘോഷിക്കുന്ന വളരെ ഉന്നതിയിലേക്ക് കുതിക്കുന്ന LP സ്കൂളിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ അക്കാദമിക രംഗത്ത് മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. അതിനു മുമ്പായി ഏകദേശം 3 ദശാബ്ദത്തോളം PMSA UP സ്കൂൾ കാരാത്തോടിലെ അധ്യാപകനായി ശ്രീ KK മുഹമ്മദ് മാസ്റ്റർ ഈ വർഷം വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് GMLP കാരാത്തോട് സ്കൂളിന്റെ സ്നേഹാദരം ഞങ്ങൾ നൽകുകയാണ്. അതിനായി ശ്രീ PK അസ്ലു അവർകളെയും സ്വീകരിക്കുന്നതിനായി ശ്രീ KK മുഹമ്മദ് മാസ്റ്ററെയും വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. 3 ദശാബ്ദക്കാലത്തോളം PMSA UP സ്കൂളിന്റെ നെടുന്തൂണായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ KK മുഹമ്മദ് മാസ്റ്റർക്ക് GMLP സ്കൂൾ കാരാത്തോടിന്റെ സ്നേഹാദരം സമർപ്പിക്കുന്നു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി ശ്രീ PK അബു താഹിർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയിലെ അധ്യക്ഷൻ, ഊരകം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സഫ്രീന അഷ്റഫ്, പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏവരെയും പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു സാഹിബ്, സ്വാഗതം പറഞ്ഞ നമ്മുടെ HM P കുഞ്ഞുമുഹമ്മദ് മാഷ്, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, രക്ഷിതാക്കൾ. നമുക്കറിയാം, നമ്മുടെ കാരാത്തോട് LP സ്കൂളിലെ 108ാം വാർഷികം ആണ് നമ്മളിവിടെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രംഗത്തും കലയുടെ രംഗത്തും സ്പോർട്സ് ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ ഏറെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠനം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, പഠനം ഒരു പൂർണ്ണതയിൽ എത്തുക എന്ന് പറയുന്നത് കലയും സ്പോർട്സും വിദ്യാഭ്യാസവും പഠനവും എല്ലാം ഒരുമിച്ച് കൂടുന്നപ്പോഴാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളാണ് നമ്മുടെ GMLP സ്കൂൾ കാരാത്തോട് എന്ന് പറയുന്നത്. ഒരുപാട് സമ്മാനങ്ങളും പല സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് സ്ഥാനങ്ങളും കൈപ്പറ്റിയ ഒരു സ്കൂൾ കൂടിയാണ്. ഇതിൻ്റെ നമുക്കറിയാം, ഒരു വാർഷികം എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് LP സ്കൂളിൻ്റെ കാര്യത്തിൽ അവരെ പഠിപ്പിച്ചെടുക്കാനും, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പ് വഴി ഇതിൻ്റെ ഒരു പിന്നാമ്പുറം വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിൽ നമുക്ക് കാണാം, ചെറിയ മക്കളെ പല രീതിയിലുള്ള പരിപാടികളിൽ പരിശീലിപ്പിക്കുന്നതും അത് ബന്ധപ്പെട്ട എത്ര റിസ്ക്കായുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ അധ്യാപകന്മാർ ഈ രീതിയിൽ ഈ പരിപാടി ഇവിടെ നടത്തുന്നതെല്ലാം
നമുക്കറിയുന്നതാണ്. അവരെത്ര അഭിനന്ദിച്ചാലും മതി വരുന്ന കാര്യങ്ങളല്ല. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ വരാൻ പോകുന്ന കാലത്തിലെ പഠനത്തിനെയും അതുപോലെ അവരെ ഭാവിയെയും എല്ലാം ഇവിടുന്ന് തുടങ്ങി തന്നെ നമ്മൾ അടിത്തട്ടിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങി അവരെ വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെയുള്ള കലാപരിപാടികളും മറ്റുള്ള അവരെയുള്ള സ്കിൽസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് സാധിക്കും. രക്ഷിതാക്കളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും പല ആളുകൾക്കും പല വ്യത്യസ്ത കഴിവുകളാണുള്ളത്. ചിലവർക്ക് പഠനത്തിലാവാം, ചിലർ കലയിലാവാം, ചിലർ സ്പോർട്സിലാവാം. അത് ഇന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് അവരെ കഴിവുകളെ മാക്സിമം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ശരിക്കും രക്ഷിതാവുന്നത്. അല്ലാതെ നമ്മുടെ താല്പര്യങ്ങൾ അവരെ മേൽ അടിച്ചേൽപ്പിച്ച് അവരുടെ പ്രയാസപ്പെടുന്ന രീതിന് പകരം മക്കളെ താല്പര്യം കൂടി നോക്കി അവരെ കൂടെ അവരെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ വളരെ നല്ല രീതിയിൽ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എടുത്തു ചാടി നമ്മൾ പറയുന്നതിൻ്റെ പകരം അവർക്ക് മനസ്സിലാവുന്ന രീതികളിൽ, അവരെ മനസ്സിനുള്ളിൽ തട്ടുന്ന രീതികളിൽ, നമുക്ക് മക്കൾക്ക് മനസ്സിലാവുന്ന രീതികളിൽ കൃത്യമായി അവരെ നല്ല സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങൾ നമ്മൾ മുന്നിൽ കൊണ്ടുവന്ന് അവരുടെ ജീവിതം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് വളർത്തുന്നപ്പോഴാണ് നമ്മളൊക്കെ ശരിക്കും രക്ഷിതാക്കളാവുന്നത്. എനിക്കും ഇതുപോലെ 3 മക്കളെ, ഒരാൾ ഡിഗ്രി, ഒരാൾ ഇതേപോലെ 8, ഒരാൾ 5, ഇങ്ങനെ 3 മക്കളാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നത്തെ കാലഘട്ടം നമ്മൾ പഴയ സമൂഹത്തിൻ്റെ പോലെയല്ല. ഇന്നത്തെ കാലഘട്ടം നമ്മൾ മക്കളെ കൂടെ നിന്ന് മക്കളെ താല്പര്യത്തിനനുസരിച്ച് മക്കളുടെ കൂടെ നമ്മൾ സുഹൃത്തായിട്ട് വളരുന്നപ്പോഴാണ് അവർ നമ്മളെ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ മക്കൾക്ക് എല്ലാവിധ നല്ലതും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി വേദിയിൽ ലിറ്റിൽ മാസ്റ്റർ 2025-26 കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ശ്രീ PK അബൂ താഹിർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരെ ക്ഷണിക്കുന്നു. 2025-26 ലിറ്റിൽ മാസ്റ്റർ വിന്നേഴ്സ് ഹാമി ഹംദാൻ P, ഷഫ്ന സമീർ VP ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2 പേർ പങ്കിട്ടിരിക്കുന്നു. ഹാമി ഹംദാൻ P, ഷഫ്ന സമീർ VP. ലിറ്റിൽ മാസ്റ്റർ വിന്നേഴ്സ് ഹാമി ഹംദാൻ P, ഷഫ്ന സമീർ VP. Second, ക്യാഷ് പ്രൈസ് 2500 രൂപ കൂടി ഇവർക്ക് ലഭിക്കുന്നതാണ്. സെക്കൻഡ്, മുഹമ്മദ് ഇസാൻ P, ലിറ്റിൽ മാസ്റ്റർ 2025-26 മുഹമ്മദ് ഇസാൻ P. ജൂനിയർ ലിറ്റിൽ മാസ്റ്റർ വിന്നേഴ്സ് ഫ്രം പ്രീ പ്രൈമറി സെന്ന മെഹർ PK. സെന്ന മെഹർ PK. Junior Little Master winners from STD Standard 1 Adam Sulaim KK. Adam Sulaim KK. അടുത്തതായി 2025 അധ്യയന വർഷത്തിൽ വേങ്ങര സബ് ജില്ലയിൽ തന്നെ LSS എക്സാമിനേഷനിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. അതിനായി ശ്രീ PK അസ്ലോ അവരെ ക്ഷണിക്കുന്നു.
മികച്ച മാർക്ക് വാങ്ങി ഗിഫ്റ്റഡ് ചിൽഡ്രനായി തിരഞ്ഞെടുക്കപ്പെട്ട നസീൻ എം, നാസ്മിൻ എം, നാസ്മിൻ എം. സബ് ജില്ലയിൽ തന്നെ 90ഓളം LP സ്കൂളുള്ള സബ് ജില്ലയിൽ തന്നെ 10 കുട്ടികളിൽ മികച്ച 10 കുട്ടികളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട നാസ്മിൻ എം. നഷ്വ അലിൻ ഈ വർഷം 14 കുട്ടികളാണ് GMLPS കാരത്തോട് LSSന് അർഹനായത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. മുഹമ്മദ് ഇഷാൻ VK, മുഹമ്മദ് ഇഷാൻ. പേര് വിളിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ വേദിയിലെത്തേണ്ടതാണ്. മുഹമ്മദ് ഇഷാൻ VK. ആരാധ്യ KK, ആരാധ്യ KK. മുഹമ്മദ് ഹിഷാം KC, മുഹമ്മദ് ഹിഷാം KC. 14 LSSകൾ നേടിക്കൊണ്ട് വേങ്ങര സബ് ജില്ലയിൽ തന്നെ മികച്ച വിജയം. മുഹമ്മദ് ഷാദിൻ MK, സമ്മാനം നൽകുന്നത് ശ്രീ മുഹമ്മദ് മാസ്റ്റർ. റിഷാദ് P, റിഷാദിന് പകരം സഹോദരി സമ്മാനം ഏറ്റുവാങ്ങുന്നു. റിഷാദ് P. മുഹമ്മദ് ഫാദി KT, നദ ഫാത്തിമ, മുഹമ്മദ് റാസി N, മുഹമ്മദ് റാസി. നിദ ഫാത്തിമ K, നിദ ഫാത്തിമ K. ആയിഷ സൻഹ AV, ആയിഷ സൻഹ AV. മുഹമ്മദ് ഷാദിൽ VT, ഷാദിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇഷ ഫെബി VP, അടുത്തതായി പ്രീ പ്രൈമറി ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ 2025-26 സമ്മാനം നൽകുന്നതിനായി ശ്രീമതി സഫ്രീന അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഊരകം. ഫസ്റ്റ് റാങ്ക് റിസ്വാൻ മുഹമ്മദ് UKG A, റിസ്വാൻ മുഹമ്മദ്. വാമിക K, വാമിക എത്തിച്ചേർന്നിട്ടില്ല. സെക്കൻഡ് റാങ്ക് ഫാത്തിമ അൻഷിദ K, UKG B, ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ 2025-26. ഫാത്തിമ ഷൗമ VP, സെക്കൻഡ് റാങ്ക് UKG B. ഫാത്തിമ ഷൗമ. തേർഡ് റാങ്ക് സെന്ന മെഹർ PK, UKG A, സെന്ന മെഹർ PK, UKG A. ഇസ്ലാം P, UKG B, ഇസ്ലാം P, UKG B. ദേവദത്ത് KK, UKG B. മുഹമ്മദ് ഇഷൽ KP, LKG A.
SSS നേടിയ ഒരു വിദ്യാർത്ഥി എത്തിച്ചേർന്നിട്ടുണ്ട്. മുഹമ്മദ് ഷാദിൽ വീട്ടി. അടുത്തതായി 92ഓളം LP സ്കൂൾ മാറ്റുരച്ച വേങ്ങര സബ് ജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. ആയിഷ സഹ്വ അറബി പദ്യം ചൊല്ലൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ്, മാപ്പിളപ്പാട്ട് തേർഡ് വിത്ത് എ ഗ്രേഡ്, അറബി ഗാനം എ ഗ്രേഡ്. 3 സമ്മാനങ്ങളാണ് ആയിഷ സഹ്വ നേടിയത്. ഫാത്തിമ NK കഥ പറയൽ അറബി ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ്, അഭിനയ ഗാനം എ ഗ്രേഡ്, സംഘഗാനം എ ഗ്രേഡ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പിഞ്ചു മക്കളാണ് സമ്മാനങ്ങൾ വാങ്ങുന്നത്. അടുത്തതായി കഥ പറയൽ മത്സരം ലയ ലജീഷ് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ്. 92ഓളം LP സ്കൂളുകൾ മത്സരിച്ച സബ് ജില്ലാ മേളയിൽ നിന്നും 1ാം സ്ഥാനം നേടിയ പിഞ്ചു കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിലുള്ളത്. ലയ ലജീഷ് കഥ പറയൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ്. മുഹമ്മദ് ഇസാൻ കന്നഡ പ്രസംഗം സെക്കൻഡ് വിത്ത് എ ഗ്രേഡ്, ക്വിസ് തേർഡ് വിത്ത് എ ഗ്രേഡ്, കയ്യെഴുത്ത് തേർഡ് വിത്ത് എ ഗ്രേഡ്. ആദ്യാസി ഭരതനാട്യം തേർഡ് വിത്ത് എ ഗ്രേഡ്, മോണോ ആക്ട് തേർഡ് വിത്ത് എ ഗ്രേഡ്, നാടോടി നൃത്തം എ ഗ്രേഡ്. 3 സമ്മാനങ്ങളാണ് ആദ്യ കരസ്ഥമാക്കിയത്. മുഹമ്മദ് ഷഹീം ഖുർആൻ പാരായണം തേർഡ് വിത്ത് എ ഗ്രേഡ്, അറബി പദ്യം എ ഗ്രേഡ്. ഷഹീം എത്തിച്ചേർന്നിട്ടില്ല. നിഹാല യാസ്മിൻ കന്നഡ പദ്യം തേർഡ് വിത്ത് എ ഗ്രേഡ്, സംഘഗാനം എ ഗ്രേഡ്. നിഹാലയും എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ സമ്മാനം നേടിയ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലോത്സവത്തിൽ സമ്മാനം നേടിയ വേങ്ങര ഉപജില്ലാ കലോത്സവം 2025-26 92ഓളം LP സ്കൂൾ മത്സരിച്ചിൽ നിന്നും അറബിക് വിഭാഗത്തിൽ ഓവറോൾ നേടിയ 92 സ്കൂളുകളെ പിന്നിലാക്കി ഓവറോൾ നേടിയ GMLPS കാരാത്തോട്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഓവറോൾ കിരീടം നേടിയ GMLPS കാരാത്തോട്. കുട്ടികളെ അതിനെ പ്രാപ്തരാക്കിയ ടീച്ചർമാരെയും PTA-യും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അടുത്തതായി ജനറൽ വിഭാഗത്തിലും ഒട്ടും മോശമല്ലാതെ സെക്കൻഡ് വിത്ത് ഓവറോൾ നേടിയ GMLPS കാരാത്തോട്. 2 മേഖലയിലും മികച്ച വിജയം നേടിക്കൊണ്ട് മുന്നേറാൻ കഴിഞ്ഞതിന് സഹായിച്ച PTA, ടീച്ചേഴ്സ്, നാട്ടുകാർ, രക്ഷിതാക്കൾ എല്ലാവരെയും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. വേങ്ങരയിലെ തന്നെ ഈ വർഷത്തെ മികച്ച വിദ്യാലയമാകാൻ സാധിച്ച GMLPS കാരാത്തോടിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷ ഉരുകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഫ്രീന അഷ്റഫ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ വികസന ചെയർമാൻ PK അസ്ലു സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന ചെയർമാൻ ബഹുമാനപ്പെട്ട അബു താഹിർ, സലീന മെമ്പർ സലീന, PT മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഈ സ്കൂളിൽ HM കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, ഇവിടുത്തെ സഹപ്രവർത്തകർ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു സമ്മാന പെരുമയ
ഇവിടെ നടന്നിരിക്കുകയാണ്. തുടർച്ചയായി ഞാൻ കഴിഞ്ഞ വർഷവും കലാപരിപാടിയിൽ തുടർച്ചയായി 2-3 തവണ 1ാം സ്ഥാനം നേടിക്കൊണ്ട് ഈ സ്കൂള് മുന്നേറുന്നതും കുട്ടികളുടെയും ടീച്ചർമാരുടെയും കഠിനാധ്വാനവും നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കുടക്കീയിൽ HM-ഉം അതുപോലെ സഹപ്രവർത്തകരും ഒന്നിച്ച് വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് ഈ മഹത്തായ സമ്മാനദാനവും ഇവിടുത്തെ ഇതുപോലെയുള്ള ഒരു സന്തോഷവും നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ 8 മണിക്ക് ഞാൻ 8:15 കുട്ടികളെ LSS USSന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അധ്യാപകരെല്ലാം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഈ UP സ്കൂളും LP സ്കൂളും 2 ശരീരവും ഒരു മനസ്സുമായാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും പരസ്പരം ആലോചിച്ച് ചർച്ച ചെയ്ത് ഈ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഉയർച്ചക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കലാപരമായ മികവിനും വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ 1ാം സ്ഥാനം കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾക്കും അറബിയിലും മറ്റുള്ള മേളകളിലൊക്കെ 1-2 സ്ഥാനങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ LPയിൽ നിന്ന് വരുന്ന കുട്ടികളെ ഞങ്ങൾക്ക് UPയിലേക്ക് വൻ മുതൽക്കൂട്ടായി മാറാറുണ്ട്. ഇതിന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ അധ്യാപകരെയും അതുപോലെ അതിന് നേതൃത്വം നൽകുന്ന HM-നെയും എത്ര മുക്തകണ്ഠം പ്രശംസിച്ചാലും മതിയാവില്ല. നിങ്ങൾ നൽകിയ ഈ സ്നേഹോപകാരത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനായ അധ്യക്ഷയും പൂർവ്വം പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷഫ്രീന അഷ്റഫ്, വാർഡ് മെമ്പർ സലീന, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച PK അസ്ലു, ആശംസകൾ അർപ്പിച്ച അബു താഹിർ, അതുപോലെ KK മുഹമ്മദ് മാസ്റ്റർ, അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ അധ്യാപകർ, അധ്യാപികമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, ഇവിടെ നമ്മളെല്ലാവിധ കണക്ക് കൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവമാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. 90 സ്കൂൾ LP സ്കൂളുകളാണ് വേങ്ങര സബ് ജില്ലയിലുള്ളത് എന്ന് നമുക്കറിയാൻ സാധിച്ചു. പക്ഷെ ആ 89 LP സ്കൂളിലെയും പിന്നിലാക്കിക്കൊണ്ടിട്ട് നമ്മൾ വിദ്യാർത്ഥികൾ ഇവിടെ മുന്നേറിയിരിക്കുകയാണ്. അവർ കലാമത്സരങ്ങളിൽ അവർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കാരാത്തോട് LP സ്കൂൾ നേടിയിരിക്കുകയാണ്. എത്ര മുക്തകണ്ഠം അഭിനന്ദിച്ചാലും മതി വരില്ല. പിന്നെ അപ്പുറത്തുള്ള മലപ്പുറത്ത് ഒരു 90 LP സ്കൂളിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിലും കാരാത്തോട് LP സ്കൂളായിരിക്കും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളത് ഈ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സാക്ഷി നിത്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് ഇത് നേടാൻ സാധിച്ചത്? ഞാനും 10-32 കൊല്ലക്കാല അധ്യാപകനായിരുന്നു. എനിക്കെങ്ങും ഇങ്ങനെ ഒരു അനുഭവം പങ്കിടാൻ സാധിച്ചിട്ടില്ല. ഈ വിദ്യാലയത്തിലെ അധ്യാപകര്, അധ്യാപികമാര്, HM, PTA, രക്ഷിതാക്കള് എല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വിജയം നേടാൻ നമുക്ക് സാധിച്ചത്. കാരാത്തോട് സ്കൂളിൽ എന്ന് കേൾക്കുമ്പോൾ പലർക്കും കാരാത്തോട് സ്കൂളാ ഓക്കെ, 2 അഭിപ്രായമില്ല. എവിടെ കുട്ടി പഠിക്കുന്നത്? കാരാത്തോട് GMLP സ്കൂളിലാണ്. ഓക്കെ, റെഡിയാണ്. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അനുസരണത്തിന്റെ കാര്യത്തിൽ, ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ, പഠനത്തിന്റെ കാര്യത്തിൽ, പാഠ്യേതര വിഷയത്തിന്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും കാരാത്തോട് LP സ്കൂൾ മറ്റ് വിദ്യാലയങ്ങൾക്കുള്ള ഒരു പവർ സ്റ്റേഷനാണ് എന്ന് പറയാൻ നിർവാഹമില്ല. അങ്ങനെയായിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങൾ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ 100ാം വാർഷികത്തിലും 102ാം വാർഷികത്തിലും 105ാം വാർഷികത്തിലും 7-ഒക്കെ ഈ എണ്ണവും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് അരങ്ങേറിയിട്ടുള്ളത്. കുട്ടികളൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ മുന്നേറുന്നു. നല്ല യൂണിഫോം, നല്ല ചുറുചുറുക്കോടുകൂടി
അവർ സമ്മാനം, അവർ യാതൊരു ബേജാറും അവരുടെ മനസ്സില്ല. അതാണ് എപ്പോഴും ചിരിച്ച് പുഞ്ചിരിച്ചാണ് അവർ സമ്മാനം വാങ്ങുന്നത്. ഇനിയും ആരടാ എന്നുള്ള ചോദ്യമാണ് കുട്ടികൾ ചോദിച്ചിട്ടുള്ളത്. ആരെങ്കിലും ഞങ്ങൾ നേരിടാൻ വരാൻ തയ്യാറുണ്ടോ? ഏതെങ്കിലും LP സ്കൂള് ഊരകത്തല്ല വേങ്ങരയില്ല അപ്പുറം ആരുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് മത്സരിക്കാൻ എന്നവരെ പിന്നെ ആമുഖത്തോടു കൂടിയിട്ടാണ് അവർക്ക് സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളെയും അതിനോട് പ്രവർത്തിച്ച അധ്യാപകര്, അധ്യാപികമാര്, രക്ഷിതാക്കളെ എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരയായ വാർഡ് മെമ്പർ സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി സലീന 10ാം വാർഡ് മെമ്പറെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഈ 108ാം വാർഷികത്തിൽ പങ്കെടുക്കാനെത്തിയ ഉദ്ഘാടനം ചെയ്ത അസ്ലാക്ക, ഉദ്ഘാടനം ചെയ്ത് അവതരിപ്പിച്ച സഫീന അഷ്റഫ്, അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച സഫീന അഷ്റഫ്, ഈ വേദിയിരിക്കുന്ന അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ കുഞ്ഞുമക്കളെ, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ വേദിയുടെ 108ാം വാർഷികത്തിൽ ആണ്. കുട്ടികളുടെ കഴിവുകളും എല്ലാം തെളിയിക്കുന്ന ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കുറേ പരിപാടികൾ ഇവിടെ അരങ്ങേറാനുള്ളതാണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 108ാമത് സ്കൂൾ വാർഷികാഘോഷ പരിപാടികളുടെ നന്ദി പറയുന്നതിനായി GMLPS കാരാത്തോട് സീനിയർ ടീച്ചറായ ശ്രീമതി സ്മിത ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമയം പറയരുതെന്ന് റഷീദ ടീച്ചറെ താക്കീതൊന്നും തന്നിട്ടില്ലെങ്കിൽ എനിക്കറിയാം കുട്ടികളുടെ പരിപാടി തുടരാനുണ്ട്. പക്ഷെ 2 വാക്ക് നിങ്ങളോട് പറയാതെ വയ്യ. പുതിയ സ്കൂളുകളിലേക്ക് നിങ്ങൾ കുട്ടികളെ അയക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ സ്കൂളുകളെ പോലെ എല്ലാ സ്കൂളുകളും നല്ലതാണ്. പക്ഷേ സ്പൂൺ ഫീഡിങ് സ്കൂളുകളിലേക്ക് നിങ്ങളെ കുട്ടികളെ അയക്കുകയും ഓൺലൈൻ മദ്രസകളിലേക്ക് കുട്ടികളെ അയക്കുമ്പോഴും നമുക്ക് കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? നമുക്ക് പെരേ പോകാനൊക്കെ പറ്റും, വീട്ടിലെ പല കാര്യങ്ങളും നടക്കും എന്നൊക്കെ പറയും. പക്ഷെ അവിടെ പൂർത്തീകരണം നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിലേക്ക് അയക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കാൻ എന്നൊരു ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. സ്കൂളിലേക്ക് നിങ്ങൾ അയക്കുന്നത് പഠനത്തിന് മാത്രമല്ല, കുട്ടിയുടെ സർവോന്മുഖമായ വികസനത്തിനും കൂടിയാണ്. അതായത് കുട്ടിയുടെ കായികപരമായ വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, കുട്ടികളുടെ അച്ചടക്കം, കുട്ടികളുടെ നല്ല ഭക്ഷണശീലം, അത് പ്രധാനമാണ്. നമ്മുടെ സ്കൂള് നല്ല ഭക്ഷണശീലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 0 വേസ്റ്റ് സ്കൂളാവാൻ അതിൻ്റെ ഒരു 90% നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ഒരു ഭക്ഷണവും സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ട, എന്താ പറയുക, ലഞ്ച് ബോക്സ് രഹിത സ്കൂളാണ്. ഒരു ഭക്ഷണവും നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികളെ കൊടുത്തയക്കേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ 3 തരം ഭക്ഷണം നല്ല വൃത്തിയിൽ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൊരിച്ചതോ കരിച്ചതോ ഒന്നും ആയിരിക്കില്ല. അത്തരം ഭക്ഷണങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കുമെങ്കിൽ കഴിക്കട്ടെ. നല്ല പച്ചക്കറികൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് കഴിക്കട്ടെ. അതോടൊപ്പം തന്നെ കലാപരമായിട്ട് ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ സ്കൂളുകളും കലാമേളയ്ക്ക് വരുന്നത്. അവിടെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് വണ്ടിക്കൂലി മാത്രം കയ്യിൽ നിന്നെടുത്തിട്ടാണ്. കലാമേളയ്ക്ക് ഒരിക്കലും നമ്മൾ ഒരുപാട് ചെലവ് വരുന്ന കലാമേളയിലെ നല്ല ഇനങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുമ്പോഴും ലക്ഷങ്ങളൊന്നും മുടക്കിയല്ല നമ്മൾ പോകുന്നത്. പക്ഷേ തിരിച്ചു വരുന്നത് ആ ലക്ഷങ്ങൾ മുടക്കിയ എത്തുന്നവരെ കൂടെ പിന്തള്ളിക്കൊണ്ടാണ്. അഭിമാനപൂർവ്വം പറയട്ടെ, നമ്മുടെ സ്കൂള് ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിക്കണം, സ്പൂൺ ഫീഡിങ് സ്കൂളുകളും ഓൺലൈൻ മദ്രസകളുമാണോ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളും ഓൺലൈൻ ക്ലാസ്സുകളാണോ എന്ന് നമ്മുടെ രക്ഷിതാക്കൾ തീർച്ചയായും ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ അടുത്തുള്ള, നമ്മുടെ GMLP തന്നെ വിടണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ അടുത്തുള്ള പൊതുവിദ്യാലയങ്ങൾ ഏതാണോ, എയ്ഡഡ് സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, അത്തരം സ്കൂളുകളിൽ വിടണം. നിങ്ങളുടെ അടുത്തുള്ള സൗജന്യ നിരക്കിൽ പഠിപ്പിക്കുന്ന, വലിയ പൈസ ഒന്നും വാങ്ങാതെ ഉള്ള മദ്രസകളെ
നിങ്ങൾ മദ്രസകളിൽ കുട്ടികളെ അയക്കണം, നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടികളിൽ കുട്ടികളെ അയക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അംഗൻവാടി ടീച്ചർമാരോ മദ്രസയിലെ ഉസ്താദുമാരോ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, എൻ്റെ അഭിപ്രായമാണ്. മദ്രസകളിൽ നിങ്ങൾ കുട്ടികളെ വിടണം, അംഗനവാടികളിൽ വിടണം, പൊതുവിദ്യാലയങ്ങളിൽ വിടണം. ഇത്രയാണ് പാവങ്കായിട്ട് പറയാനുള്ളത്. പക്ഷേ എന്നെ നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും കുട്ടികളെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഇവിടെ ഉദ്ഘാടകനായി എത്തിയിരുന്ന ശ്രീ PK അസ്ലു സാഹിബിനാണ്. അസ്ലു കാക്കാനോട് കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ അസ്ലു കാക്ക ഞങ്ങളുടെയും നമ്മളുടെ സ്കൂളിൻ്റെ വികസനത്തിന് ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ ചവിട്ടുപടി ഇട്ട് തന്നത് അസ്ലു കാക്കാൻ്റെ കാലത്തായിരുന്നു. ശ്രീമതി സഫ്രീന അഷ്റഫ് തുടർന്നു വരികയും നമുക്ക് അതിനുവേണ്ട ചുറ്റുപാടുകൾ ഒരുക്കുകയും ചെയ്തു. അസ്ലു കാക്കാക്കും ശ്രീമതി അസ്ലുവിനും ശ്രീ PK അസ്ലുവിനും ശ്രീമതി സഫ്രീന അഷ്റഫിനും രണ്ടുപേർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ മെമ്പറായിരുന്നു നിങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ടവനായ ശ്രീ PK അബു തോഹിറിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഒരു ഓഫീസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തവണ അവിടെ കയറണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ HM ഒപ്പിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ ഓഫീസിൽ ഇത്തവണ പോകേണ്ടി വന്നിട്ടുള്ളൂ. 2 കോടിയോളം രൂപ നമുക്ക് അനുവദിച്ചു തരികയും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഓഫീസേഴ്സിനെ സ്കൂളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിനെ മുഖച്ഛായ ആകെ മാറ്റിയെടുത്തത് അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. സ്കൂള് നമ്മുടേതാണ്, സ്കൂള് നാടിൻ്റെതാണ്, അധ്യാപകരുടേത് മാത്രമല്ല, അധ്യാപകരുടേതല്ല, അവരവിടെ ജോലിക്കാർ മാത്രമാണ്. നിങ്ങളുടെ സ്കൂളാണ്, നിങ്ങളുടെ മെമ്പർ, നമ്മുടെ മുഖച്ഛായ മാറ്റിയെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനോട് നേരിട്ട് നന്ദി പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നമ്മുടെ നാടിൻ്റെ പേരിലും അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു.